ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ജാനുവരിയിൽ 2 ബർത്ത്ഡേ വരുന്നുണ്ട്. എൻ്റെയും ബ്രദറിൻ്റെ ബർത്ത്ഡേയും ജാനുവരിയിലാണ് വരുന്നത്. സൗണ്ട് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് മൈക്കില്ല, സോ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ പനി, ജലദോഷം എല്ലാം ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ബർത്ത്ഡേക്ക് എനിക്ക് ഡ്രസ്സ് മമ്മി എടുത്തു തന്നു. അതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ക്യാമറമാൻ കാണിച്ചു കൊടുത്തു. സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടു. ഇനിയിപ്പോൾ ഏട്ടന് ഡ്രസ്സ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഡിലുമ്മാൻ്റെ ജനുവരി 2-ന് 6 month ആവും. അപ്പോൾ ഡിലുമ്മക്ക് ഒരു നല്ല ഡ്രസ്സും കൂടെ അന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും എടുക്കണം. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകൾ വേറെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഞാൻ എടുത്താണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വ്ളോഗൊന്നുമല്ല, പക്ഷെ ഒരു ഫണ്ണായിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊരു കോർ മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇൻട്രോ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. നമ്മൾ എക്സ്പാൻഷൻ്റെ മുമ്പെന്നാണ് നമ്മൾ ശരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഏട്ടനുള്ള കളക്ഷൻ ഇവിടെ നിന്ന് കിട്ടും. എനിക്ക് വേറെ പോകേണ്ടി വരുമോ എന്ന് നോക്കാം. മുഖത്തിന് ചെയ്യുന്നുണ്ടോ? ടീഷർട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഡിലുമാക്ക് നടക്കുന്ന ഇനിയിപ്പോൾ നമുക്ക് ഡിലുമാക്ക് വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് ടീഷർട്ടും ട്രൗസറും എല്ലാം എടുക്കാം. അല്ലേ ഡിലു? ആ 2:30 കഴിഞ്ഞു. വിശന്നിട്ട് വയറ്റുന്ന ആരൊക്കെ തള്ള കൊളിക്കുന്നു. അപ്പോൾ തള്ളയും കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ വന്നു. ഓർഡറൊക്കെ കൊടുത്ത് 15 മിനിറ്റ് ആകുന്നു. 15 മിനിറ്റ് നേരം വരെ സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്നാലും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഇടയിൽ ഒരാൾ വിശ്രമിക്കുന്നല്ലുണ്ട്. അത് വേറെ കാര്യം. ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ഫുഡ് വന്നു. ഡെയിലുമ്മ തട്ടിപ്പറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈപ്പർ സിറ്റിയിലെത്തി. ഡിലുവിന് ഒന്നും കഴിക്കാൻ വേണ്ടാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹായ്. ഇന്നലെ പിന്നെ ഹൈപ്പർ സിറ്റിയിൽ നിന്ന് നമുക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഡിലു ഇപ്പോൾ കരഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇന്ന് പാർക്കിൽ വന്നേക്കാം. പാർക്കത്തെ വിശേഷം ഡിലുമ്മ മമ്മീൻ്റെ മുത്തടെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയാന്ന് എൻഡ് ചെയ്തില്ല. പാർക്കിൽ പോയാന്ന് വേറെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെയിം ഡ്രസ്സല്ല ഇത്. അതെ, പക്ഷെ അലക്കി നടന്നിട്ട് കിതയ്ക്കുന്നു. തടി കൂടി അതിൻ്റേതായ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വീഡിയോ എൻഡ് ചെയ്യും. ഇപ്പോൾ പോകുന്നത് മാനന്തവാടി. പോയിട്ട് വരാം. ബൈ. ആക്ച്വലി നമ്മൾ എൻഡിങ്ങിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തിനാ പോകുന്നതെന്ന് പറയാൻ മറന്നുപോയി ആവേശത്തിൽ. അപ്പം പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ. ഇപ്പോൾ മാനന്തവാടി പോയാൽ എന്തൊക്കെ നടക്കുമെന്നറിയില്ല. നമുക്ക് നോക്കാം.
പറ്റുന്നത്ര ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ടൗണിലെത്തി. നമ്മൾ ബാങ്കിലൊക്കെ പോയി ഒന്ന് വിശക്കും, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ടിലുമൊക്കെ നമ്മൾ സീറ്റ് നൽകി. ടിലുമ നോക്കുന്ന ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സാണ് നോക്കുന്നത്. നമുക്ക് എന്താ ഷീസ് ലൈക്ക് മീ, ഷീ ലവ് ഐസ്ക്രീംസ്. നോക്ക് ടിലു ഫ്രഞ്ച് ഫ്രൈസ് ആണ്, ലോട്ടർ ഫ്രൈസ്. ചുമ ഇളകിയ മമ്മി ഇലാറ കലിപ്പിലാണ്. ഇളക്കം അത് കണ്ടോ, മൂക്കിരുന്ന് അത് തുടക്കുമ്പോഴുള്ള ഇളക്കാം. This is our food, watermelon juice. Dilo നോക്കിയില്ല. ആക്ച്വലി ഇവിടുത്തെ ഷവർമേനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഫാന്റാസ്റ്റിക് ക്വാളിറ്റിയും ടേസ്റ്റും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ദേ ഡിഡ് വെൽ, അടിപൊളിയാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ വന്നു. ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി വയറും മനസ്സും നിറഞ്ഞു. ഇപ്പോൾ സ്ഥലം എവിടെയാണ്? മാനന്തവാടി ഗ്രിൽ ആൻഡ് പോ. ഇനി ദിലുമ്മൻ്റെ ഹെയർ കട്ട് ചെയ്യാം. ഹെയർ കട്ട് ചെയ്യാം. ദിലുമ്മ മുടി വെട്ടട്ടെ, വെട്ടട്ടെ മുടി. ഹെയർ കട്ട് ചെയ്യട്ടെ മമ്മി, ഹെയർ കട്ട് ചെയ്യട്ടെ മമ്മി. ദിലുമ്മക്ക് കൊടുക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. മറിയോ പ്രിയ വിജി ചേച്ചിന്റെ ബ്യൂട്ടി പാർലറിലാണുള്ളത്. ഇദ്ദേഹമാണ് എൻ്റെ കുട്ടീൻ്റെ തലയിൽ താജ്മഹൽ പണിയാൻ പോകുന്നത്. ഡിലു ഉറങ്ങിപ്പോയി ഗൈസ്. ഓ ഗോഡ്. മാഡം എഴുന്നേക്കുന്നു. ഒന്നുകൂടെ പോരട്ടെ. അത് ഇപ്പൊ പറഞ്ഞത് ഉമ്മ കമോൺ, ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അതെ അതെ, കവിളെല്ലാം ഉണ്ട് ഉമ്മന്റെ. വലിയ കുറച്ച് അറിവായാലും അവിടെ വിജയിന്റെ അടുത്ത് തുടങ്ങി. എന്റെ ചെറുപ്പം മുതൽ ഇയാൾ ഇവിടെ ഉണ്ട്. കാണുന്ന പോലെ ഇല്ല, നല്ല വയസ്സുണ്ട് അല്ലേ, നല്ല പ്രായമുണ്ട്. ഇത് നല്ല പ്രായമുണ്ട്. വിജി ചേച്ചിയാണ് പോയി. വിജി ചേച്ചി മെയിനായിട്ട് ഈ വിജി വിജി എന്ന് പറയുന്ന പേരിന്റെ ഉടമ ഇവിടെ ഇല്ല. ഉടമ അപ്പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോയേക്കോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.